കൊല്ലംകാരിയായ ഞാൻ പങ്കുവച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്കൂൾ കലോത്സവങ്ങളിലൂടെ എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരേ കാലഘട്ടത്തിൽ മത്സരിച്ച് കടന്നു വന്നവരാണ് ഞാനും ചിന്തയും ഒക്കെ എന്ന്. ഒരുപാട് ഓർമ്മകൾ ഈ ഘട്ടത്തിൽ ചിന്തയ്ക്ക് പങ്കുവയ്ക്കാനുണ്ടാവും. പറയൂ. കലോത്സവങ്ങൾ നമ്മളെ സംബന്ധിച്ച് എപ്പോഴും ഏറ്റവും തെളിഞ്ഞു നിൽക്കുന്ന ഓർമ്മകളിൽ ഒന്നാണ്. കാരണം കലോത്സവ ദിവസങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന ഓരോ സമയവും നമ്മുടെ മനസ്സിലുണ്ട്. സ്കൂളിൽ പോവുക, പഠിക്കുക, പരീക്ഷ അതൊന്നും അല്ല മനസ്സിൽ നിൽക്കുന്നത്. കൂടുതലും എന്നെ സംബന്ധിച്ച് മത്സരങ്ങൾക്ക് പോവുക. അപ്പം മത്സരങ്ങൾക്ക് പോകുമ്പോൾ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ കൂട്ടുകാരെ കിട്ടുന്നു എന്നുള്ളതാണ്. ഞാനിവിടെ എൻ്റെ വീടിൻ്റെ തൊട്ട് എതിർവശത്ത് ഒരു റോഡ് ക്രോസ് ചെയ്തിറങ്ങിയാൽ എത്തുന്ന മതിലാണ് ഞാൻ പഠിച്ച സ്കൂൾ 1 മുതൽ 10 വരെ. എനിക്കങ്ങനെ ദൂരേക്ക് പോവാനോ അല്ലെങ്കിൽ യാത്രക്കിടയിൽ സൗഹൃദങ്ങൾ ഉണ്ടാക്കാനോ ഒന്നും സാധിച്ചിട്ടില്ല. 9:30 സ്കൂളിലെത്തുന്നു, 3:30 വീട്ടിൽ വരുന്നു. അപ്പം അതിൻ്റെ ഒരു പക്ഷെ മത്സരങ്ങൾക്ക് പോകുമ്പോഴാണ് വിശാലമായൊരു സൗഹൃദവും കുറേയധികം കൂട്ടുകാരും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പം ഞാനതുകൊണ്ട് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം മത്സരങ്ങൾക്ക് പോവുക, പിന്നെ അതിനു വേണ്ടിയുള്ള പരിശീലനം, അത് കഴിഞ്ഞ് റവന്യൂ ജില്ല, സബ് ജില്ലയൊക്കെ മറ്റ് ദൂര സ്ഥലങ്ങളിലായിരിക്കും. അപ്പോൾ അവിടേക്കൊക്കെ പോവുക. പിന്നെ സ്റ്റേറ്റ് മത്സരത്തിന് പോകുമ്പോൾ ഉള്ള ആ യാത്ര, അതെല്ലാമാണ് മനസ്സിലേറ്റവും സന്തോഷം നിറഞ്ഞു നിൽക്കുന്നത്. പിന്നീട് ചെറുപ്പത്തിൽ പപ്പ എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മുടെ പ്രസംഗം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നുള്ള എല്ലാ പ്രസംഗങ്ങളും നമുക്ക് കേൾക്കാൻ അവസരമുണ്ട്. അപ്പം ഞാൻ ആദ്യമൊക്കെ എൻ്റെ പ്രസംഗം കഴിഞ്ഞാൽ പിന്നെ പുറത്തു പോയി അവിടെയൊക്കെ കറങ്ങി നടക്കും. അപ്പം ഒരിക്കൽ എൻ്റെ അച്ഛൻ എനിക്കൊരു ഡയറിയും പേനയും തന്നിട്ട് പറഞ്ഞു, നമ്മുടെ പ്രസംഗം കഴിഞ്ഞ് ബാക്കിയുള്ളവരെല്ലാം സംസാരിക്കുന്നത് കേട്ട് കുറിച്ചെടുക്കണം, അതിൽ പുതിയതായി കിട്ടുന്ന കാര്യങ്ങൾ. എല്ലാ മത്സരാർത്ഥിയുടെ പ്രസംഗത്തിലും പുതിയതായ ഒരു പോയിന്റെങ്കിലും നിനക്ക് കിട്ടും എന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ അതൊരു ശീലമാക്കിയിട്ടുണ്ട്. അപ്പം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ആ പഴയ കാല ഡയറി കുറിപ്പുകളൊക്കെ നോക്കുമായിരുന്നു. ഓരോ സ്കൂളുകളിൽ നിന്ന് വന്ന അന്നത്തെ 7ാം ക്ലാസ്സുകാരും 5ാം ക്ലാസ്സുകാരും ഒക്കെ അന്ന് ലഭിച്ച വിഷയത്തെക്കുറിച്ച് പറഞ്ഞ പോയിന്റുകൾ, അതൊക്കെ ഭരണഘടനയായി ബന്ധപ്പെട്ടൊക്കെ ചില കാര്യങ്ങൾ അന്നത്തെ 5ാം ക്ലാസ്സുകാരൊക്കെ പറഞ്ഞത് ഇപ്പോഴും വളരെ പ്രസക്തമായി നിൽക്കുന്നു എന്നുള്ളത് എനിക്ക് അടുത്ത ദിവസങ്ങളിൽ ശരിക്കും നോക്കിയപ്പോൾ തോന്നിയിട്ടുണ്ട്. എൻ്റെ കൂടെ അന്ന് മത്സരിച്ചിട്ടുള്ള ജീന ഡിക്രൂസ് എന്ന് പറയുന്ന സീനിയറാണ്. ജീന ചേച്ചി ഉണ്ടായിരുന്നു, പ്രവീൺ ഉണ്ടായിരുന്നു. ഇന്നിപ്പം കേരളത്തിലെ പ്രധാനപ്പെട്ട ചില സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരന്ന് എൻ്റെ കൂടെ മത്സരങ്ങളിൽ പങ്കെടുത്ത സ്കൂൾ വിദ്യാർത്ഥികളായിരുന്നു. പല മാധ്യമ പ്രവർത്തകരും ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും ആയിട്ട് എനിക്ക് ആ സൗഹൃദം എപ്പോഴും ഉണ്ട്. ഇന്നലെ പലരെയും കണ്ടപ്പോൾ അവരെല്ലാം പഴയ മത്സര ഓർമ്മകളാണ് പങ്കുവച്ചത്. ആ കാലത്ത് കലോത്സവ വേദികളിലും കാണുമ്പോൾ ഈ പരിചയം പുതുക്കുന്നതല്ലാതെ സ്ഥായിയായ മികച്ച സൗഹൃദങ്ങൾ, എല്ലാ കാലവും സൂക്ഷിക്കുന്ന സൗഹൃദങ്ങൾ കലോത്സവ വേദികളിൽ നിന്ന് ചിന്തയ്ക്കുണ്ടായിട്ടുണ്ടോ? പിന്നെ എത്രയോ പേരുണ്ട് ഇവിടെ കൊല്ലത്ത് തന്നെ അറിയാമല്ലോ. ഇപ്പം ഷെൻലെ ചേട്ടനായാലും ഷൈജി ചേട്ടനായാലും അവരെല്ലാവരുമായിട്ട് എനിക്ക് തോന്നുന്നു നമുക്കെല്ലാവർക്കും ഇടയിലുള്ളൊരു സൗഹൃദം തന്നെ ആയാലും അറിയാമല്ലോ. എനിക്ക് തോന്നുന്നു 8 പോയിന്റ് ആർട്ട് കഫേ ഒക്കെ കൊല്ലത്ത് രൂപം കൊള്ളുന്നുണ്ട് അതുപോലൊരു സൗഹൃദത്തിൽ നിന്നല്ലേ. അപ്പം കലോത്സവങ്ങൾക്ക് വരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അച്ഛൻ്റെ കൂടെ വരുമ്പോൾ ചിന്ത അച്ഛനും അമ്മയുമായിട്ടാണ് വരുന്നത്. ജെറോം സാറും അമ്മയും ചേർന്നാണ് വരുന്നത്. കലോത്സവ വേദികളിലൊക്കെ സജീവ സാന്നിധ്യമായി അവരങ്ങനെ എത്രയോ സമയം വളരെ ക്ഷമയോടെ മത്സരം കഴിയാനായി കാത്തിരിക്കുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. മോത്തി ചേച്ചിയുടെ അച്ഛനും എൻ്റെ പപ്പയും ശരിക്കും കലോത്സവങ്ങളിൽ വന്ന് സൗഹൃദമായ രക്ഷിതാക്കളുടെ ഒരു ഇപ്പോൾ ആണെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവരതിൽ ഒന്നിച്ചേരുമെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് പിന്നെ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഒരു മത്സരം കഴിഞ്ഞ് അടുത്ത മത്സരത്തിലേക്ക് അവർ കാണുന്നു. അപ്പോൾ അങ്ങനെ മാതാപിതാക്കൾക്കിടയിലോ അന്ന് അങ്ങനെ ഒരു മറ്റു തരത്തിലുള്ളൊരു പ്രയാസങ്ങളൊന്നുമില്ല. എല്ലാവരും അവരുടെ കുട്ടികൾക്ക് വേണ്ടി എനിക്ക് തോന്നുന്നു ഇത്രയധികം ക്ഷമയോടുകൂടി വന്ന്, ഇപ്പം പ്രസംഗമാണെങ്കിൽ പ്രസംഗത്തെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയാവുന്ന ഒരു 100-150 പേരൊക്കെ മത്സരിക്കാനുണ്ടെങ്കിൽ അത്രയും നേരം നമ്മുടെ രക്ഷിതാക്കളും കാത്തിരുന്ന്, കൊച്ചുകുട്ടികളാണല്ലോ, ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല, അങ്ങനെ കാത്തിരുന്ന് മത്സരിപ്പിച്ച് അതിൻ്റെയൊക്കെ അനുഭവം എനിക്ക് എപ്പോഴും ഞാനത് വളരെ അമ്മയുടെയും പപ്പയുടെയും ആ ത്യാഗവും അവരുടെ ആഗ്രഹവും അത് വളരെ വലുതാണ്. എനിക്ക് തോന്നുന്നു നമ്മള് ചിന്തയെ ഇവിടെ ഇരുത്തി ഈ വിശേഷങ്ങൾ പറയുന്നതിനപ്പുറത്തേക്ക് നേരത്തെ പറഞ്ഞു, പ്രസംഗത്തിന്റെ കാര്യം പറഞ്ഞു, നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അത് മാത്രമല്ല മോണോക്ടൊക്കെ ഉണ്ട് കയ്യില്. ചെറുതായിട്ടൊരു ചെറിയായിട്ട് നമുക്കായിട്ടൊന്ന് ഈ സമയം മാതൃഭൂമി പ്രേക്ഷകർക്കായിട്ട് ചിന്ത
അയ്യോ, അങ്ങനെ ഇപ്പോൾ പെട്ടെന്ന് രാവിലെ എനിക്ക് ഓർത്തെടുക്കാനായിട്ടൊന്നും പറ്റുന്നില്ല. കാരണം മോണോ ആക്ട് ഞാൻ നേരത്തെ ചെറുപ്പത്തിൽ കാണിച്ചതാണ്. അത് ഞാൻ ഇന്നലെ പിന്നെ ശേഷം പ്രസംഗത്തിലായിരുന്നു പിന്നെ ഞാൻ കഥാപ്രസംഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പ്രസംഗം എല്ലാ സമയത്തും ഉണ്ട്. അത് പക്ഷെ 5 മിനിറ്റ് കഥാപ്രസംഗത്തിലെ ഒരു ചെറിയ ഭാഗമായാലോ പറയുക എന്നുള്ളതാണല്ലോ ഓർമ്മയിലുള്ള ഒരു കഥാപ്രസംഗം. അന്ന് എന്നെ പട്ടംതുരുത്ത് വിലാസിനി ചേച്ചിയാണ് പഠിപ്പിച്ചത്. ഹർഷകുമാർ സാറ് ചെറിയ തോതിൽ എന്നെ അന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് ഇപ്പം അത് അവരുടെയൊക്കെ പേര് പറയുമ്പോഴേ ഞാൻ അത് ഓർത്തെടുക്കാനായിട്ട് എനിക്ക് കൃത്യമായിട്ട് പറ്റുന്നില്ല. അപ്പം സാരമില്ല, പ്രശ്നമില്ല ചിന്ത. ഏതായാലും ഒരുപാട് സന്തോഷം. ഒപ്പം ചേർന്നതിന് എല്ലാ സ്മരണകളും നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതും ഇത്തരം സ്മരണകൾ, സന്തോഷങ്ങൾ, ഓർമ്മകളാണ് ചിന്ത. എല്ലാ ഭാവുകങ്ങളും ഇടയ്ക്കൊക്കെ ഈ കലോത്സവ വേദിയിലേക്ക് വരുമല്ലോ, ആ ദിവസങ്ങളിലൊക്കെ കാണാം ചിന്ത.